നമസ്കാരം. സാധാരണഗതിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോകളൊക്കെയാണ് പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പൊതുവായ കാര്യത്തിലുള്ള ഒരു വീഡിയോയാണ് ഞാൻ പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിലയേറിയ സമ്മതിദാന അവകാശം നാം രേഖപ്പെടുത്തി ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തു. ഇനിയുള്ള 5 വർഷക്കാലം രാഷ്ട്രീയപരമായ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് നാം തിരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികൾ നമ്മോടൊപ്പം ഉണ്ടാകും. തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായാലും ഇനി 5 വർഷക്കാലം അവർ നമ്മുടെ പ്രതിനിധിയാണ്. അവിടെ രാഷ്ട്രീയ ചിന്തകൾക്ക് അർത്ഥമില്ല. ജനപ്രതിനിധികൾ അവർ പഴയ ജനപ്രതിനിധികളായിരുന്നോട്ടെ പുതിയതായിക്കോട്ടെ എല്ലാവരോടും സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ജനപ്രതിനിധി പറഞ്ഞ ഒരു കഥ, ആ കഥ പ്രിയപ്പെട്ടവരോടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ആ ജനപ്രതിനിധി ഇങ്ങനെയാണ് കഥ പറയുന്നത്. ഒരു നേതാവ്, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ്. താൻ വിജയിച്ച മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തിലെത്തുന്നു. ആ ഗ്രാമവാസികളോട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ മൂലമാണ് ഞാൻ വിജയിച്ചത്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ 2 കാര്യങ്ങൾ പറയൂ, ഞാൻ അതായിരിക്കും പ്രഥമ പരിഗണന നൽകി ക്രമീകരിക്കുന്നത്. ഗ്രാമവാസികൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ട നേതാവേ, ഈ ഗ്രാമത്തില് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ല. നല്ല ഒരു ആശുപത്രി ഇവിടെയില്ല. കൃത്യമായ ചികിത്സ ലഭ്യമാകണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് അടിയന്തിരമായി ഇവിടെ വേണ്ടത് ഒരു ആശുപത്രിയാണ്. നമ്മുടെ നേതാവ് പറഞ്ഞു, അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ ഒരു ആശുപത്രി, ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി നിർമ്മിക്കുന്നതിന് നമുക്ക് വേണ്ട ക്രമീകരണം ചെയ്യാം. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ എടുക്കുന്നു, നമ്പർ ഡയൽ ചെയ്യുന്നു, ആരെയോ വിളിക്കുന്നു. വിളിക്കുകയാണോ അല്ലയോ എന്നറിയില്ല, വിളിക്കുന്നു. വിളിച്ച് ആശുപത്രി വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. ഫോൺ വെച്ച ശേഷം അദ്ദേഹം ഗ്രാമവാസികളോടായി പറയുന്നു, നിങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ക്രമീകരിക്കും, അതിനുവേണ്ട എല്ലാവിധമായ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊള്ളു. അപ്പോൾ ആ ഗ്രാമവാസികൾ പറയാണ്, പ്രിയപ്പെട്ട നേതാവേ, ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ മൊബൈലിന് റേഞ്ച് ഇല്ല, ഇവിടെ മൊബൈൽ ടവർ ഇല്ല, ഇവിടെ മൊബൈലുകൾ പ്രവർത്തനരഹിതമാണ്. ആയതുകൊണ്ട് ഈ ഗ്രാമത്തിൽ മൊബൈൽ ഫോണുകൾ ഉപയുക്തമാക്കുന്നതിന് ആവശ്യമായി ഒരു മൊബൈൽ ടവർ പുതുതായി സ്ഥാപിക്കുന്നതിന് വേണ്ട ക്രമീകരണം അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇനി ഞാനൊന്നും പറയണ്ടല്ലോ, കഥ ശ്രവിച്ചവർക്ക് മനസ്സിലായി കാണും. പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, പുതുതായും മുൻപ് നിരവധി തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോട് സ്നേഹത്തോടെ ഓർപ്പിക്കാനുള്ളത്, നമ്മെ തിരഞ്ഞെടുത്ത് വിടുന്ന വോട്ടർമാർ, സാധാരണക്കാരായ വോട്ടർമാർ, അവർ മണ്ടരല്ല എന്ന് തിരിച്ചറിയാനുള്ള ഉത്തമമായ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. അവരെ വെറും മണ്ടരായി കരുതരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഈ നാട്, നിങ്ങളുടെ നാടിൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ, തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സത്യസന്ധതയോടെ, ആത്മാർത്ഥതയോടെ, കളങ്കരഹിതമായി പ്രവർത്തിക്കുവാൻ സാധിക്കണം. ഈ 3 കാര്യങ്ങൾ വളരെ അടിവരയിട്ട് തന്നെ പറയുകയാണ്. 1, ആത്മാർത്ഥത വേണം. 2, സത്യസന്ധരായിരിക്കണം. 3, കളങ്കരഹിതരായിരിക്കണം. അങ്ങനെയുള്ള ജനപ്രതിനിധികളെയാണ് ഈ നാടിന് ആവശ്യം എന്ന് തിരിച്ചറിയുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച കഥ ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ സദയം ക്ഷമിക്കുക. ഒരു കഥ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ
നാടിനു വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്ത നമ്മുടെ വോട്ടർമാരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാകുവാൻ എല്ലാം ഒന്നും 100% പൂർണ്ണമായി ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും ഉള്ളത് ഓണം പോലെ ആത്മാർത്ഥതയോടെ ആ ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ നമുക്ക് കഴിയണം. ആത്മാർത്ഥമായി നാം തിരഞ്ഞെടുക്കപ്പെട്ട വാർഡിനു വേണ്ടിയും നാം പ്രതിനിധീകരിക്കുന്ന ആ തദ്ദേശ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അവിടെയാണ് രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് എന്നുള്ള യഥാർത്ഥമായ വിശകലനത്തിന് പൂർണ്ണത വരുന്നത്. തീർച്ചയായും നല്ല ജനപ്രതിനിധികളായിരിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നല്ല ജനപ്രതിനിധികളായി നാടിൻ്റെ മികച്ച സേവകരായി മാറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഓർപ്പിക്കുന്നു, ഞാൻ പറഞ്ഞ കഥ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ജനപ്രതിനിധികൾ നന്മയുടെ പതാക വാഹകരായി മാറട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി.